കിട്ടുന്ന പടം മമ്മൂട്ടി തകർത്തു. മമ്മൂട്ടിയുടെ ക്യാമിയോ അടിപൊളിയാണ്. ഒരു പക്ക മാസ് മസാല എൻ്റർടൈനർ. ഡയറക്ഷൻ സൂപ്പർബാണ്. ഒരു ലിമിറ്റും ലാഗില്ല. റോഷനും മറ്റേ അർജുൻ അച്ഛൻ അടുത്ത സൂപ്പർ സ്റ്റാർ എന്ന് പറയാം. മാസ് അവർക്കും പറ്റും തെളിയിച്ചു. മമ്മൂക്കയുടെ മാസ് എൻട്രിയാണ്. കിടിലനാണ്. ഒരു പ്രായം തോന്നിക്കുന്നില്ല. കിടിലൻ ആക്ഷൻ കോമഡി എല്ലാം ഉള്ള ഒരു പക്ക ന്യൂജൻ പടം സൂപ്പർ ഹിറ്റാണ്. 2026 ഫസ്റ്റ് 100 കോടി പടമാണ്. ഒരു മഞ്ഞുമൽ ബോയ്സിലെ പോകേണ്ട പടമാണ്. പടം നമ്മൾ സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒട്ടും ബോറടിയില്ല. നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ആ ഫോർട്ട് കൊച്ചി ആ സ്ലാങ്ങൊക്കെ ശരിക്കും വന്ന് നന്നായിട്ടുണ്ട്. എല്ലാം സൂപ്പറായിട്ടുണ്ട്. ചെറിയ കുട്ടി മുതൽ എല്ലാവരും നല്ല തകർത്ത് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് ആ പടം നമുക്ക് 2 മണിക്കൂർ നമുക്ക് ഫുള്ളിതാണ്. തുടക്കത്തിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ലാസ്റ്റ് ആവുമ്പോ ഇന്റർവെല്ലിന് ശേഷമാണ് ഈ പറഞ്ഞ തുടക്കത്തിന് ശേഷം ലാസ്റ്റിലേക്ക് പോകും തോറാണ് പടം വളരെ ഇത്. വാൾട്ടർ അടിപൊളി. മമ്മൂട്ടി വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ കാണുമ്പോൾ നല്ല അടിപൊളി ട്രിപ്പുണ്ട്. നല്ല സിനിമ. ഞാൻ തൃശ്ശൂരിനെ പറഞ്ഞേ എല്ലാം കൊണ്ടും നല്ല സിനിമ. ഞാൻ മറിമാനത്തിലിരിക്കാനുള്ള അതിഭീകരണ്ട് ഇതിലഭിനയിച്ചിട്ട് എൻ്റെ ഭാഗം കട്ട് ചെയ്ത് പോയി തോന്നുന്നു. പക്ഷെ ഞാനില്ല, ഞാൻ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷെ സിനിമ എല്ലാം കൊണ്ടും നല്ല സിനിമ. ന്യൂ ജനറേഷന് കാണുന്ന സിനിമ. റിയലിസ്റ്റിക്കലി വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഓക്കെ, ആക്ടിങ് വൈസ് ഒക്കെ എക്സ്ട്രീംലി ഗുഡ്. പിന്നെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ഒക്കെ എൻട്രി എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത. എല്ലാവരും പറഞ്ഞ് മുമ്പൊക്കെ മമ്മൂട്ടി മമ്മൂട്ടി വന്നപ്പോൾ വളരെയധികം ഒരു സർപ്രൈസ് ആയിരുന്നു. കേരളത്തിൽ വന്നേക്കണ് ആദ്യം കോസ്റ്റ്യൂം റെസ്ലിംഗും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് കാട്ടാ ഗുസ്തി തന്നെയാണ്. എന്ന് പറഞ്ഞ പടം കണ്ടിരിക്കാനുണ്ട്. അടിപൊളി. വാൾട്ടർ ലാസ്റ്റ് വന്നപ്പോഴാണ് അത് പടത്തിനൊരു മജ എന്ന് പറയില്ലേ, ആ മജ വന്നത്. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി തന്നെയാണ്. ലാസ്റ്റ് ഞാൻ പറയാനുള്ള വാൾട്ടർ ആരെന്നും ഒന്നും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ പൊളിക്കാനാ. ഒരു കൊച്ചിയുടെ സൗന്ദര്യം ഒപ്പിയെടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഈ സംവിധായകന്റെ മികവ് എടുത്തു പറയണം. ഭയങ്കരമായ കഥയൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള കഥ. എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ചിത്രം. എല്ലാത്തരം പ്രേക്ഷകർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ്. പിന്നെ എല്ലാവരും അർജുന അശോകനായാലും അതേപോലെ നമ്മുടെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മമ്മൂക്കയുടെ കഥാപാത്രം. അത് ഈ ചിത്രത്തിൻ്റെ പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ തുടർച്ചയായ 3-ാം വർഷത്തിലും ജനുവരി മാസം മമ്മൂക്കയുടെ ചിത്രം ഇറങ്ങിയിരിക്കുന്നു. ഇതും വൻ ഹിറ്റ് തന്നെയാണ്. മാസമുണ്ട്, ഇമോഷണൽ സംഭവമുണ്ട്. നല്ലൊരു എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം. വന്ന് കാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. കലക്കം പടം. അതായത് മമ്മൂട്ടിയൊക്കെ വെറുതെ മമ്മൂട്ടി വന്നപ്പോ വരുമ്പോ തന്നെ തിയേറ്ററിൽ കട ഇളകി കത്തന്നല്ല, സ്ഫോടനം അമ്മാതിരി വരവായിരുന്നു. ശരിക്കും പറയുന്നത് ഇത് കേട്ടല്ല, കണ്ട് തന്നെ അറിയാം ആ പടം. അമ്മാതിരി സൂപ്പർ. ഒന്നും പറയാനല്ല, ഫൈറ്റ് എല്ലാം അല്ല ഒരു എന്താണ് വളരെ ആവേശമുള്ള ഓട്ടം പറയാനല്ല. നമ്മുടെ വേറെ ആരാണ് പൊളി? വേറൊരു ആളില്ല, അതിന് മേലെ വെക്കാൻ വേറെ ആളില്ല. അമ്മാതിരി അടിപൊളി, സൂപ്പർ. ഒരു രക്ഷയില്ല, അടിപൊളിയാ. പിന്നെ 100 അല്ല 200% അടിപൊളി, സൂപ്പർ, അടിപൊളി പടം. അടിപൊളി അടിപൊളിയായിരുന്നു. കിഡിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ലിറ്ററലി അകത്ത് ഫയറാണ്. നല്ലൊരു പടമാണ്, കണ്ടുപോകണം. ഡെഫിനറ്റ്ലി ഗ്രേറ്റ് ഫിലിം. എല്ലാരും പടത്തിലുണ്ട്. ഞങ്ങളെല്ലാരും പടത്തിലുണ്ട്. ഒന്നും നോക്കണ്ട, അടിപൊളി. ഫൈറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ എന്തായാലും ഈ പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. നമ്മളൊരു തല്ലുമാല ആ ഒരു മൂഡില്ല, ആ ഒരു നല്ല കളർഫുൾ മൂഡുള്ള അടിപൊളി പടം.
പക്ക എല്ലാം അടിപൊളിയാ. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ഫൈറ്റ് ആയാലും എല്ലാം കിടിലം പോലെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കളർഫുൾ മൂവി. ഫൈറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്താ ഇഷ്ടപ്പെടും. കിടിലം പുള്ളിനെ പറയണ്ടല്ലോ.